ലോൺ ആപ്പുകൾക്ക് പൂട്ടിടാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. റിസർവ് ബാങ്ക് അല്ലെങ്കിൽ മറ്റ് നിയന്ത്രണ ഏജൻസികളുടെ അനുമതിയില്ലാതെ വായ്പ നൽകുന്നതും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നതിനുള്ള നിർദ്ദേശവുമായാണ് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. നിയന്ത്രണമില്ലാത്ത വായ്പകളുടെ നിരോധനം എന്ന പേരിലുള്ള കരട് ബിൽ കേന്ദ്രം അവതരിപ്പിച്ചു. ഇതോടെ ലോൺ ആപ്പുകൾക്ക് പൂട്ടിടാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. അനുമതിയില്ലാതെ വായ്പകൾ നൽകുന്നവർക്ക് 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന തരത്തിലാണ് നിയമം കൊണ്ടുവരുന്നത്. ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുകയും ക്രമവിരുദ്ധമായി വായ്പ നൽകുന്നവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയുമാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ വായ്പകളെക്കുറിച്ചുള്ള RBI വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ടിൽ ക്രമരഹിതമായ വായ്പകൾ നിരോധിക്കുന്നതിന് നിയമം കൊണ്ടുവരുന്നതുൾപ്പെടെ നിരവധി നടപടികൾക്ക് നിർദ്ദേശിച്ചിരുന്നു. ഇവയിൽ റിസർവ് ബാങ്കിലോ മറ്റ് നിയന്ത്രണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്യാത്ത പൊതുവായ്പ നൽകുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമം ലംഘിച്ച് ആരെങ്കിലും ഡിജിറ്റലായോ മറ്റേതെങ്കിലും വിധത്തിലോ വായ്പ നൽകിയാൽ കുറഞ്ഞത് 2 വർഷം തടവ് ശിക്ഷ ലഭിക്കും. ഇതോടൊപ്പം 2 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ പിഴയും ചുമത്താം. കടം കൊടുക്കുന്നയാളുടെയോ കടം വാങ്ങുന്നയാളുടെയോ ആസ്തി ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അന്വേഷണം CBIക്ക് കൈമാറുമെന്നും ബില്ലിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മൊബൈൽ വഴിയുള്ള വായ്പ ഇടപാടുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ വായ്പകൾക്ക് പലപ്പോഴും ഉയർന്ന പലിശ നിരക്കും ഒളിഞ്ഞിരിക്കുന്ന നിരവധി ചാർജുകളും ഈടാക്കുന്നുണ്ട്. കൂടാതെ വായ്പ മുടങ്ങുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് 2022 സെപ്റ്റംബർ മുതൽ 2023 ഓഗസ്റ്റ് വരെ ഗൂഗിൾ ഇത്തരത്തിലുള്ള 2200-ലധികം ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തിരുന്നു.